ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. സുശാന്താണ്. എല്ലാവരും സുഖമായിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നലത്തെ നമ്മുടെ IPO വീഡിയോ നിങ്ങൾ കണ്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഇന്ന് മറ്റൊരു IPO കൂടി ആക്റ്റീവാണ്. മെയിൻ സ്ട്രീം IPO ആയിട്ടുള്ള ആക്ടി ഫിൻട്രേഡ്, ഉദയപൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു NBFC ആണ്. നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനിയാണ്. സോ ഇതിൻ്റെ ഒരു IPO റിവ്യൂ ആണ് ചെയ്യാൻ പോകുന്നത്. ഇതൊരു ചെറിയ IPO ആണ്. ഇത് 132 കോടി രൂപയുടെ മാത്രം ഒരു IPO ആണിത്. ഇതിൻ്റെ പ്രൈസ് ബാൻഡ് 114-നും 120-നും ഇടയിലാണ് വന്നിരിക്കുന്നത്. കംപ്ലീറ്റ് ആയിട്ട് ഫ്രഷ് ഇഷ്യൂ ആണ്. ആരും തന്നെ പ്രൊമോട്ടേഴ്സ് മീൻസ് ഫ്രഷ് ഇഷ്യൂ ആണ് വരുന്നത്. സോ IPO 19-ന് സ്റ്റാർട്ട് ചെയ്തത്, അതായത് 19th ജൂണിന് സ്റ്റാർട്ട് ചെയ്തിട്ട് 21st ജൂൺ വരെയാണ്, 2024 വരെയാണ് ഇത് ഓപ്പൺ ആയിരിക്കുന്നത്. 26th ഇതിൻ്റെ ലിസ്റ്റിംഗ് എക്സ്പെക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ബിസിനസ് എന്താണെന്ന് ആദ്യം മനസ്സിലാക്കാം. ഈ ആക്മി ഫിൻട്രേഡ് എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ഉദയപൂർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു NBFC ആണ്. ഇവർ മിക്കവാറും കൊടുക്കുന്നതിന് കൂടുതലായിട്ടും കൊടുക്കുന്നത് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിനുള്ള ലോണുകൾ, ബിസിനസ് ലോണുകൾ, അതായത് പിന്നെ അതിന് പുറമെ 2 and 4 വീലർ ലോണുകളാണ്. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഗുജറാത്ത്, മഹാരാഷ്ട്ര ആണ് ഇവരുടെ പ്രധാന ഏരിയ ഓഫ് ഓപ്പറേഷൻ ഉള്ളത്. ഇവരുടെ മൊത്തം അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ ഇവർ കൊടുത്തിരിക്കുന്ന വായ്പകളുടെയും ഇവരുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് 379 കോടി രൂപയാണ്. ഇത് ഡിസംബർ വരെയുള്ള കണക്കാണ് അവൈലബിൾ ആയിട്ടുള്ളത്. സോ 379 കോടി രൂപയാണ് ഇവരുടെ മൊത്തം ലോണും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൽ തന്നെ 80% കൊടുത്തിരിക്കുന്നത് ബിസിനസ് ലോണുകളാണ്. ബാലൻസ് വരുന്നതാണ് വെഹിക്കിൾ ലോൺ. 20% ആണ് വെഹിക്കിൾ ലോൺ വരുന്നത്. അപ്പോൾ 12 ബ്രാഞ്ചുകളാണ് ഈ കമ്പനിക്കുള്ളത്. അല്ലെങ്കിൽ ഈ ഒരു NBFCക്ക് 12 ബ്രാഞ്ചുകളും 25 ടച്ച് പോയിൻറ്റ്സുമാണ് ഉള്ളതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. ഇനി ഏതൊരു ബിസിനസ് കഴിഞ്ഞ 1.5 വർഷമായിട്ട് PSU ബാങ്കുകളടക്കം നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നൊരു മേഖലയാണ് ബാങ്കിങ് സെക്ടർ എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇപ്പോൾ വളരെ ഗ്രോത്തുള്ള ഒരു 1.5 വർഷമായിട്ട് നമുക്കറിയാം നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് ഫിനാൻഷ്യൽ സർവീസ് ബാങ്കിങ് എന്ന് പറയുന്നത്. ഈ കമ്പനിയുടെ കാര്യം കഴിഞ്ഞ 3 വർഷത്തെ കണക്കെടുത്ത് കഴിഞ്ഞാൽ ഈ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ 10% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതായത് 2021 421 കോടി രൂപ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് ഉണ്ടായിരുന്നൊരു കമ്പനിയാണിത്. അതാണിപ്പോൾ ഈ ഡിസംബർ ആകുന്ന സമയത്ത് 2023 ഡിസംബറിലെ കണക്കനുസരിച്ചിട്ട് അവർക്കിടെ 379 കോടി രൂപയായിട്ട് കുറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല കസ്റ്റമറിൻ്റെ നമ്പർ നോക്കിക്കഴിഞ്ഞാലും 27% കുറവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 45,000 ഉണ്ടായിരുന്ന കസ്റ്റമേഴ്സ് ഇപ്പോൾ 33,000 കുറഞ്ഞിട്ടതും കാണുന്നുണ്ട്. അപ്പോൾ റവന്യൂ കുറഞ്ഞിട്ടുണ്ട്. കാരണം 86 കോടി രൂപ ഉണ്ടായിരുന്ന റവന്യൂ 2020-21 സാമ്പത്തിക വർഷത്തിലെ മൊത്തം കമ്പനിക്ക് 86 കോടി രൂപയുടെ റവന്യൂ ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ 2023 വെറും 65 കോടി രൂപയുടെ റവന്യൂ ആണുള്ളത്. മാത്രമല്ല കഴിഞ്ഞ 9 മാസമായിട്ട് 52 കോടി രൂപയുടെ റവന്യൂ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ തന്നെ 12 കോടി രൂപയാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ആയിട്ട് കഴിഞ്ഞ 9 മാസമായിട്ട് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ഷെയറിൻ്റെ മുകളിൽ ഏകദേശം 3 രൂപ 90 പൈസയാണ് ഇതിൻ്റെ EPS വരുന്നത്. ഈ കമ്പനിയെക്കുറിച്ച് അധികം സംസാരിക്കാനില്ല. കാരണം ഇത് IPO ആയിട്ട് വരുന്നു. ഇതും മറ്റുള്ള IPO പോലെ 1-2 ഇരട്ടി അല്ലെങ്കിൽ 5-6 ഇരട്ടി സബ്സ്ക്രൈബ് ആവാനുള്ള സാധ്യതകൾ കാണുന്നു. കാരണം നല്ല സമയമാണ് ഇന്ത്യ മാർക്കറ്റിൽ. ദിവസം മാർക്കറ്റ് കയറി പൊതു മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് വരുന്നു. ഇൻവെസ്റ്റേഴ്സ് എന്ത് IPO കിട്ടിക്കഴിഞ്ഞാൽ ലിസ്റ്റിംഗ് കഴിഞ്ഞ് വേണ്ടി ചാടി വീഴുന്നു. സോ ഈ കമ്പനിയെക്കുറിച്ച് എനിക്ക് അധികം ഒന്നും പറയാൻ തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ നെറ്റ് NPA ഏതൊരു ബാങ്കിങ് കമ്പനിയെ സംബന്ധിച്ചിട്ടും പറയാനുള്ളത് നോൺ പെർഫോമിങ് അസറ്റ്സുകളാണ്. അതായത് കിട്ടാക്കടം. ഈ കമ്പനിയുടേത് വളരെ ക്രൂഷ്യലാണ്. 1.9%, അതായത് കൊടുക്കുന്ന പണത്തിൻ്റെ 2% കിട്ടാക്കട ആകുന്ന ഒരു കമ്പനി കൂടിയാണിത്. നെറ്റ് NPA 1.9% ആണ് കാണുന്നത്. അതിന് ഒരു അണ്ടർ റൈറ്റിംഗ് സ്കിൽസ് ഇല്ല എന്ന് തന്നെ പറയാം. 195 കോടി രൂപയുടെ ബൊറോയിങ്സ് കമ്പനിക്കുണ്ട്. ക്രെഡിറ്റ് റേറ്റിംഗ് നോക്കിക്കഴിഞ്ഞാൽ അതും കുറഞ്ഞിട്ടുണ്ട്. അതായത് BB+ ഉണ്ടായിരുന്നതാണ് ജൂണിൽ 2022 ഇവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് BB+ ആയിരുന്നു. അതിപ്പം BBB സ്റ്റേബിളായിട്ട് മാറിയിട്ടുണ്ട്. സോ ക്രെഡിറ്റ് റേറ്റ് കുറഞ്ഞു വരികയാണ്. അതായത് ഇവരുടെ ക്രെഡിറ്റ് റേറ്റിംഗ് കുറയാന്ന് പറയുന്നത് അവരുടെ വിശ്വാസ്യതയും കുറഞ്ഞു വരുന്നു എന്നുള്ളതിൻ്റെ അർത്ഥമാണ്. അപ്പോൾ 195 കോടി രൂപയുടെ ഗ്രോസ് ബൊറോയിങ്സ് ഈ കമ്പനിക്കുണ്ട്. ഇനി ഇതിൻ്റെ പ്രൈസിങ് നോക്കാം. ഇത്രയൊക്കെ ആണെങ്കിൽ നമുക്ക് അഹങ്കാരമൊന്നുമില്ല കേട്ടോ. പ്രൈസിങ് വളരെ അട്രാക്റ്റീവാണ്. കാരണം നെറ്റ്വർത്ത് 217 കോടി രൂപയുടെ നെറ്റ്വർത്താണ് ഈ കമ്പനിക്കുള്ളത്. നെറ്റ്വർത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം അസറ്റ്സിൽ നിന്നും അവർക്ക് കൊടുക്കാനുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ലാബിലിറ്റീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഈ നെറ്റ്വർത്ത് എന്ന് പറയുന്നത്. നെറ്റ്വർത്ത് ഈ ഡിസംബർ പ്രകാരം, അതായത് 2023 ഡിസംബർ പ്രകാരമുള്ള ഇവരുടെ നെറ്റ്വർത്ത് എന്ന് പറയുന്നത് 217 കോടി രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ബുക്ക് വാല്യൂ ഒരു ഷെയറിന് ഏകദേശം 68 രൂപ വരും. ഇത് ബുക്ക് വാല്യൂ പെർ ഷെയർ ഏകദേശം ഇത് കമ്പനി ഇഷ്യൂ ചെയ്ത് അല്ലെങ്കിൽ പുതിയ ഷെയറുകൾ കൂടി വന്നു കഴിയുന്ന സമയത്ത് 82 രൂപയാവും. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ടു ബുക്ക് വാല്യൂ ഏകദേശം 1.4x ആണ് ഇപ്പോൾ ഇത് പ്രൈസ് ചെയ്തിരിക്കുന്നത്. വളരെ അഗ്രസീവ് പ്രൈസാണ്.
പ്രത്യേകിച്ചും ഈ ഒരു പെർഫോമൻസ് വെച്ചിട്ട് ഉള്ള പ്രൈസിങ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മാക്സിമത്തിൽ അവർ പ്രൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ മോറോവർ ഈ ഡിസംബർ 2022 പ്രകാരമുള്ള കമ്പനി ഏകദേശം 44 കോടി രൂപ ഇങ്ങനെ റേസ് ചെയ്തിട്ടുണ്ട്. 80 രൂപ പെർ ഷെയറായിട്ട് 44 കോടി രൂപ കമ്പനി റേസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിപ്പോൾ 1.5 വർഷത്തിനടക്ക് കമ്പനിയുടെ പെർഫോമൻസ് ഏകദേശം അങ്ങനെ കാര്യമായിട്ടൊന്നും ഇമ്പ്രൂവ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ ഇവരുടെ 50% പ്രീമിയം ഇവർ കൂട്ടിയിട്ട് കാണുന്നു. 80 രൂപയിൽ നിന്ന് ഇപ്പോൾ 120 രൂപയാക്കി മാറ്റിയിട്ടുണ്ട്. 50% ഏകദേശം അതിന് മാത്രമുള്ള പെർഫോമൻസ് ഇവരൊന്നും ചെയ്തിട്ടില്ല. കഴിഞ്ഞ 1.5 വർഷമായിട്ടും ഇത്രയും പണം റേസ് ചെയ്തിട്ടും ആ സമയത്ത് 80 രൂപയ്ക്ക് റേസ് ചെയ്തിരുന്നതിലൂടെ ഇപ്പോൾ 120 രൂപയാക്കിയിരുന്നു. നേരെ മറിച്ച് പെർഫോമൻസും കാര്യങ്ങളും നോക്കിക്കഴിഞ്ഞാൽ ഡീ ഗ്രോത്താണ് കാണിക്കുന്നത്. അപ്പോൾ മറ്റുള്ള പിയേഴ്സുമായിട്ട് കമ്പയർ ചെയ്യാൻ പോലും ഇല്ല. ഇപ്പോൾ നമുക്ക് ഇവരുടെ മുത്തൂറ്റോ മണപ്പുറമായിട്ടും കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അവരെ സംബന്ധിച്ചിട്ട് ഇവരൊന്നും ഒരു റവന്യൂയുടെ ഒരു പങ്ക് പോലും ആവുന്നില്ല എന്നുള്ളതാണ്. മാത്രമല്ല എനിക്ക് പറയാനുള്ളത്, ഇപ്പോഴത്തെ പ്രൊമോട്ടേഴ്സിന് 56% സ്റ്റേക്കാണ് ഈ കമ്പനി ഉള്ളത്. അത് 42% കുറയും ഈ IPOയിൽ വരികയാണെങ്കിൽ. അതുപോലെ തന്നെ ഇതിനൊരു പ്രൈസ് ആക്ഷൻ നമുക്ക് ഫണ്ടമെൻ്റലിന് അപ്പുറത്തേക്കൊന്നും വലിയ പ്രതീക്ഷയൊന്നും എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല ഇവരുടെ ഒരു ഗ്രൂപ്പ് കമ്പനി ആയിട്ടുള്ള BSE ലിസ്റ്റഡ് ആയിട്ടുള്ള സ്റ്റാർ ഹൗസിംഗ് ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനി, അവരുടെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ഏകദേശം 444 കോടി രൂപയാണ്. അത് 80 രൂപ 2023 നവംബറിൽ അതിൻ്റെ പ്രൈസ് 82 രൂപയ്ക്ക് അടുപ്പിച്ചായിരുന്നു. അതിപ്പോൾ 2024 മാർച്ച് നോക്കുന്ന സമയത്ത് 40 രൂപയായിട്ട് കുറഞ്ഞിട്ടുണ്ട്. സോ കമ്പനിയുടെ പ്രോഫിറ്റ് കൂടി വരുന്നു. അതുപോലെ തന്നെ മാർക്കറ്റ് ഓൾ ടൈം ഹൈയിലേക്ക് പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെയുള്ള സമയത്താണ് ഈ ഒരു പ്രൈസിൽ വലിയ രീതിയിൽ കുറവ് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ബുൾ മാർക്കറ്റാണ്. IPOകളുടെ പെരുമഴ. നല്ല സമയമാകുമ്പോൾ ആൾക്കാർ കൂടുതൽ IPO ആയിട്ട് വരും. അപ്പം നമ്മുടെ ഡിസ്ക്രിപ്ഷനാണ് ഏത് IPOയിൽ നിക്ഷേപിക്കണം എന്നുള്ളത്. അപ്പം കൃത്യമായിട്ടുള്ള ഫണ്ടമെൻ്റൽസും വാല്യുവേഷൻസും ഒക്കെ നോക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി സേഫർ ബെറ്റ് എന്ന് പറയുന്നത്. കുറച്ചുകൂടി ലോങ് ടേമിലൊക്കെ നിങ്ങൾ താല്പര്യം കാണുന്നതാണെങ്കിൽ. ഇതിൻ്റെ ഒന്നും ബേസ് നോക്കുമ്പോൾ ആ ഒരു ഭാഗത്തേക്ക് ചിന്തിക്കേണ്ട എന്നുള്ളതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. ഒരു ക്ലിയർ കട്ട് അവോയ്ഡ് എന്നുള്ളതാണ്. അതായത് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കാത്തൊരു IPO ആയിരിക്കണം എന്നുള്ളതാണ്. പക്ഷെ ഇന്നലെ നമ്മൾ റിവ്യൂ ചെയ്തിരുന്ന SD, അതും ഞാനിപ്പോൾ അറിയാൻ സാധിച്ചത് ഏകദേശം 3 ഇരട്ടിയോളം സബ്സ്ക്രിപ്ഷൻ വന്നു കഴിഞ്ഞു. ഫണ്ടമെന്റ്സ് ഞാൻ കൃത്യമായിട്ട് അനലൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലിസ്റ്റിംഗ് ഗെയിൻ ഉണ്ടാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ലിസ്റ്റ് ചെയ്ത ദിവസം അത് 10-50 രൂപ കയറിയിട്ട് എൻ്റെ മേത്ത് വന്നിട്ട് കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഉദ്ദേശിക്കുന്ന ലിസ്റ്റിംഗ് ഗെയിനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിവ്യൂ അല്ല. ഞാൻ ഉദ്ദേശിക്കുന്ന യഥാർത്ഥത്തിൽ ആ കമ്പനി എന്താണ്, ആ കമ്പനിയുടെ ഇപ്പോഴത്തെ നിലവിലുള്ള സ്ഥിതി എന്താണ്, അതനുസരിച്ചായിരിക്കുമല്ലോ ഭാവിയിൽ അതിൻ്റെ വാല്യുവേഷൻസ് മൂവ് ചെയ്യുക. അപ്പോൾ ഇവിടെയും ഞാൻ എക്സ്പ്രസ് ചെയ്തിരിക്കുന്നത് എൻ്റെ മാത്രം വ്യൂ ആണ്. ഇന്നലത്തെ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടു, ചേട്ടന് വേണമെങ്കിൽ പറഞ്ഞാൽ പോരെ, ഇങ്ങനെ റിവ്യൂ ചെയ്തിട്ട് കമ്പനിയെ മോശമാക്കി കാണിക്കണോ എന്നുള്ളതാണ്. കാരണം ഇതൊരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് ആൾക്കാർ വാങ്ങാൻ താല്പര്യപ്പെടുന്ന IPO ആണ്. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ സ്ഥിതിയാണ് ഞാൻ പങ്കുവച്ചത്. എനിക്കിതിൻ്റെ അകത്ത് അവരെ സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ട് കമ്പനിയുടെ ഭാഗത്തുനിന്നോ അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് വേറെ പ്രത്യേകിച്ചൊന്നും കിട്ടാനൊന്നുമില്ല. അപ്പോൾ കൃത്യമായിട്ടാണ് ഞാൻ പറഞ്ഞത്, ഈ ഒരു ഫണ്ടമെൻ്റൽസ് വെച്ചിട്ട് ഈ കമ്പനിക്ക് യാതൊരു തരത്തിലുള്ള വാല്യുവേഷൻസും ഇല്ല. നമുക്ക് ഇങ്ങനെയൊരു പ്ലെയറാണ് നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ നമുക്ക് മണപ്പുറമുണ്ട്, മുത്തൂറ്റുണ്ട്, അല്ലെങ്കിൽ പുന ഫിൻകോർപ്പ്, അങ്ങനെ ഒരുപാട് നല്ല നല്ല പ്ലെയേഴ്സ് ഈ ഒരു സെക്ടറിലുണ്ട്. അപ്പോൾ ഈ IPOയിൽ കൊണ്ടുപോയിട്ട് ഈ ഒരു IPO ക്ലിയർ കട്ട് അവോയ്ഡ് എന്നുള്ള രീതിയാണ്. ഞാൻ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു, ഇതെൻ്റെ മാത്രം വ്യൂ ആണ്. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ IPOയുമായിട്ട് പ്രൊസീഡ് ചെയ്യാം. അതുപോലെ തന്നെ വീഡിയോ കണ്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താം. ഞാനൊരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റ് കൂടിയാണ്, റിസർച്ച് അനലിസ്റ്റ് കൂടിയാണ്. ഞങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഗൈഡൻസിനും സജഷൻസിനും ഇൻവെസ്റ്റ്മെൻറ്റ് പിക്സിനും ഒക്കെ ആയിട്ട് ഞങ്ങളുടെ വാട്സപ്പ് ടെലിഗ്രാം ഗ്രൂപ്പിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തേക്കാം, അതുവഴി മാത്രം ഞങ്ങളുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.